കുറച്ചുനാൾ മുമ്പാണ്, പക്ഷെ ഇപ്പോഴും ഞാൻ ആ സംഭവം ഓർത്തിരിപ്പുണ്ട്. ഒരു പള്ളിയിൽ കൊച്ചുചെല്ലായിരുന്ന അവസരത്തിൽ ഒരമ്മ അമ്മയുടെ മോനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നതിന് ലക്ഷ്യം വളരെ സിമ്പിളാണ്: ഉപദേശിച്ച് നന്നാക്കണം. അതാണ് ലക്ഷ്യം. ആ അമ്മ കുറേ കാര്യം മോനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ചെയ്തതും ചെയ്യാത്തതും അമ്മയെ വിഷമിപ്പിച്ചതും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ അവസാനം ഈ അമ്മ പറഞ്ഞ് അവസാനിപ്പിച്ച് എങ്ങനെയാണ്: ചെറിയ 4 മക്കളാണ്. ഈ 3 മക്കളും നല്ല മക്കളാണ്. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, അനുസരിക്കും, എല്ലാം കൊണ്ടും നല്ല മക്കളാണ്. പക്ഷെ ഇവൻ ഈ 3നെയും തലതിരിഞ്ഞു പോയ ഒരു മകനാണ്. ഇവനാണല്ലോ ആ 3 മക്കളെയും പോലെ എൻ്റെ വയറ്റിൽ പിറന്നതെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ സങ്കടം. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ മകന് ഇനിയൊരു വേദനിപ്പിക്കുന്ന വാക്കിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അവൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഇനി അച്ഛന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇങ്ങനെ നന്നാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റിൽ മനസ്സിലായൊരു സത്യം ഇതാണ്: വീട്ടിലും നാട്ടിലും പള്ളിയിലും എല്ലായിടത്തും തലതിരിഞ്ഞൊരു മകനുണ്ടാവും, കൂട്ടം തെറ്റിയൊരു മകനുണ്ടാവും. അവൻ കൂട്ടത്തിൽ ചേരില്ല, കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളില്ല എന്ന് എല്ലാവരും കൂടി പറഞ്ഞു വയ്ക്കുന്നൊരു മകനുണ്ടാവും. അങ്ങനെ ഒരു മകനെയാണ് ഇന്ന് ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. ഗോസ്പൽ തുടങ്ങുന്നത് മലമുകളിൽ നിന്ന് യേശു താഴേക്കിറങ്ങി പിന്നാലെ ഒരു ജനക്കൂട്ടമുണ്ട്. ജനക്കൂട്ടം ഒറ്റയ്ക്ക് നിൽക്കുന്നവരല്ലോ, കൂട്ടത്തോടെ നിൽക്കുന്നവരാണല്ലോ. ഈ കൂട്ടത്തിൽ കുറേ മനുഷ്യർ ഇറങ്ങി വന്നപ്പോൾ അതിൽ ഒരാളുണ്ടായിരുന്നു. അവൻ കൂട്ടം തെറ്റിയ മകനാണ്. കാര്യം എന്താ? അവൻ കുഷ്ഠരോഗിയാണ്. അവൻ ഇവരാരെയും പോലെയല്ല, അശുദ്ധനാണ്. അന്നത്തെ കാലഘട്ടം അനുസരിച്ച് എന്തൊക്കെയോ മഹാ അപരാധം ചെയ്തതിൻ്റെ പേരിലാണ് ഇവന് ഈ കുഷ്ഠരോഗം വന്നത്. അതുകൊണ്ട് ഇവന് കൂട്ടത്തിൽ നിൽക്കാൻ അവകാശമില്ല. തലതിരിഞ്ഞ കൂട്ടം തെറ്റിയ മകൻ മാറി നടക്കണം. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ ജനക്കൂട്ടം നോക്കി നിൽക്കുകയാണ്. ഇവൻ ഓടി വന്ന് കാല് വീണിട്ട് പറഞ്ഞത്: നിനക്കും കൂടെ എന്നെ രക്ഷിക്കാൻ പറ്റുമോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കാവോ, എന്നെ ഒന്ന് ശുദ്ധനാക്കാവോ? ഇത് പറഞ്ഞപ്പോൾ യേശുവിന് ഡിഫറെൻറ്റ് മെത്തഡോളജി ഉപയോഗിക്കായിരുന്നു. വേണമെങ്കിൽ യേശുവിന് ഒന്ന് പറയായിരുന്നു: നിനക്ക് ശുദ്ധി വരട്ടെ, നിൻ്റെ അസുഖം മാറട്ടെ. അത് മാറുമായിരുന്നു. അതിനു മുമ്പ് നമ്മൾ പലയിടത്ത് കണ്ടിട്ടുണ്ടല്ലോ. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും അവൻ്റെ അസുഖം കർത്താവിന് മാറ്റായിരുന്നു. പക്ഷെ കർത്താവ് ഒന്നും ചെയ്തില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കെന്ന് പറഞ്ഞിടത്ത് യേശു എന്തെന്നറിയോ? അവനെ സ്പർശിച്ചു. ഗോസ്പൽ വളരെ റിഫൈൻഡ് ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നു തോന്നുന്നു. എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്നറിയോ? യേശുവിനെ വെറുതെ തൊട്ടില്ല, അവൻ്റെ തോളിൽ കൈയിട്ടുണ്ടാകണം. എന്നിട്ട് പറഞ്ഞു: നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടടാ, നീ ധൈര്യമായിട്ടിരിക്കും, നിനക്കെല്ലാം ശരിയായി. ഈ ജനക്കൂട്ടം നോക്കി നിൽക്കെ തലതിരിഞ്ഞ മകൻ, കൂട്ടം തെറ്റിയ മകൻ, മാറി നടക്കാൻ വിളിക്കപ്പെട്ടവൻ അവൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്നു. യേശു അവൻ്റെ തോളിൽ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ ശുദ്ധി ഉണ്ടായത് അവൻ്റെ രോഗത്തിനല്ല, അവൻ്റെ ശരീരത്തിനല്ല, അവൻ്റെ മനസ്സിനാണ്. ഇപ്പോൾ അവൻ കൂട്ടത്തിൻ്റെ ഭാഗമാണ്. അവൻ ഇപ്പോൾ ഇടം പിടിച്ചത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലാണ്. അതാണ് ഈ ഗോസ്പലിൻ്റെ പ്രത്യേകത. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മളുടെയൊക്കെ കൂട്ടത്തിൽ ഒരു തലതിരിഞ്ഞ മകനുണ്ട്, ഒരു മകളുണ്ട്. കൂട്ടം തെറ്റിപ്പോയ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മളോട്ടൊക്കെ ചേർന്ന് പോകാൻ കഴിയാത്ത ആരൊക്കെയോ ഉണ്ട്. എന്തിൻ്റെയൊക്കെയോ പേരിൽ ഇപ്പോഴും വഴിമാറാൻ വിധിക്കപ്പെട്ട ചില മനുഷ്യരുണ്ട്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? വേണമെങ്കിൽ ഈ ജനക്കൂട്ടത്തെ പോലെ ഒന്ന് മാറി നടന്ന് അവനെയും പഴിചാരി മുന്നോട്ട് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കണക്ക് അവനെ തോളോട് തോൾ ചേർത്ത് പിടിക്കാം. ഒരുപക്ഷെ മറ്റാർക്കും നൽകാനാകാത്ത ഒരു ശരീരത്തിൻ്റെ സാന്നിധ്യം, ഒരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം നൽകുന്നിടത്ത് നിങ്ങളുടെ തോൾ അവരുടെ തോളുമായി ചേർന്നിരുന്ന് ഞാൻ കൂടെ ഉണ്ടടാ എന്ന് പറയുന്നിടത്ത് ഒരുപക്ഷെ അവർ ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ ബെറ്റർ പീപ്പിൾ ആവുമായിരിക്കും. നമ്മൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നല്ലതായിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും നല്ല മനുഷ്യർ നമ്മളുടെ ഒരു സ്പർശനം കൊണ്ട്, സ്നേഹവാക്കുകൊണ്ട് ആയെങ്കിൽ അത് ക്രിസ്തുവിനെ കണക്ക് നമ്മളെയും വലിയ മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടല്ലേ. കൂട്ടം തെറ്റിയ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്നിടത്ത് അവരെ കുറച്ചും കൂടി ചേർത്ത് പിടിക്കാൻ കഴിയുന്നിടത്താണ് നമ്മളും ക്രിസ്തുവാകുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.